നമസ്കാരം. 10 ലക്ഷം രൂപ ദല്ലാൽ നന്ദകുമാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന ആരോപണത്തിൽ കുടുങ്ങി ശോഭാ സുരേന്ദ്രൻ. ഒടുവിൽ അത് സമ്മതിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. താൻ 10 ലക്ഷം രൂപ നൽകിയത് തന്റെ വീട് വിൽക്കാനാണെന്ന് ശോഭാ സുരേന്ദ്രനും പറഞ്ഞിരിക്കുന്നു. ഇതോടെ തിരഞ്ഞെടുപ്പിൽ വിവാദമാവുകയാണ് BJP നേതാവ്. ആലപ്പുഴ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് 10 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന വിവാദ ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണത്തോട് പ്രതികരിച്ച് BJP നേതാവും സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു പ്രമുഖനെ BJPയിൽ എത്തിക്കുന്നതിന്റെ കാര്യം ചർച്ച ചെയ്യുന്നതിനായാണ് TG നന്ദകുമാർ തന്നെ വന്ന് കണ്ടിട്ടുള്ളതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. നന്ദകുമാറിനോട് ഒരിക്കൽ സ്ഥലം വിൽപ്പനയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വിൽപ്പന നടത്താൻ തയ്യാറാണെന്ന് നന്ദകുമാർ അറിയിച്ചു. അഡ്വാൻസായി കാറിൽ നിന്ന് അയാൾ 10 ലക്ഷം രൂപ അടങ്ങിയ പൊതിയുമായി വന്നു. എന്നാൽ പണം അക്കൗണ്ടിലൂടെ കൈമാറാൻ ആവശ്യപ്പെട്ടത് താനാണ്. ആ പണം മറ്റെന്തെങ്കിലും കാര്യത്തിന് വാങ്ങിയതാണെങ്കിൽ എന്താണ് അയാൾ തനിക്കെതിരെ കേസ് കൊടുക്കാത്തതെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. തന്റെ സ്ഥലം വാങ്ങാനാണ് നന്ദകുമാർ പറഞ്ഞത്. അഡ്വാൻസായാണ് 10 ലക്ഷം വാങ്ങിയത്, പക്ഷേ രജിസ്റ്റർ ചെയ്തില്ല. ഭൂമി എഴുതി വാങ്ങാൻ നന്ദകുമാർ തയ്യാറായില്ല. ഭൂമിയല്ലാതെ പണം നൽകാൻ ഞാനും തയ്യാറല്ല. പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കാനായി BJPയുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിരങ്ങിയ ആളാണ് നന്ദകുമാർ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പുതിയ അംഗങ്ങളെ BJPയിൽ ചേർക്കുന്നതിനുള്ള ചുമതല എനിക്കാണെന്ന് ഡൽഹിയിൽ നിന്ന് മനസ്സിലാക്കിയാണ് നന്ദകുമാർ എന്നെ ബന്ധപ്പെട്ടത്. BJPയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ച് കണ്ടിരുന്നു. എന്നാൽ നേരിട്ട് സംസാരിക്കാൻ തയ്യാറായില്ല. അങ്ങനെയല്ല, നേരിട്ട് തന്നെ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. നേതാവിനെ BJPയിൽ എത്തിക്കുന്ന കാര്യം ഡൽഹിയിൽ വെച്ച് ചർച്ച ചെയ്തപ്പോൾ നന്ദകുമാർ കമ്മീഷനായി വൻ തുക ആവശ്യപ്പെടുകയായിരുന്നു. BJPയിലേക്ക് ആളെ കൊണ്ടുവരുന്നത് നന്ദകുമാറിനെ പോലുള്ളവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടല്ലെന്നും അവർ വ്യക്തമാക്കി. പിണറായി വിജയൻ ഒഴിച്ച് ആരെ കിട്ടിയാലും നല്ലവനാണെങ്കിൽ BJP സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു. എന്നാൽ അതിനു മുൻപ് നേതാവിന്റെ ചരിത്രം പഠിക്കും. അതിനുശേഷം മാത്രമേ അംഗത്വം BJP നൽകൂ. ഏത് നേതാവിനെയാണ് BJPയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാൻ നന്ദകുമാറിനെ അവർ വെല്ലുവിളിക്കുകയും ചെയ്തു. തൃശൂരിൽ ഗോവിന്ദൻ മാസ്റ്ററുടെ യാത്ര നടക്കുമ്പോൾ പ്രമുഖനായിട്ടുള്ള നേതാവ് ശോഭാ സുരേന്ദ്രനെ കാണാൻ എന്തിനാണ് രാമനിലയത്തിലെ മുറിയിൽ വന്നതെന്ന് നന്ദകുമാർ വെളിപ്പെടുത്തണം. അതുകഴിഞ്ഞ് എന്തിനാണ് ഡൽഹിയിലേക്ക് വന്നത്? അവിടെ വെച്ച് നേതാവ് പാർട്ടിയെ പിളർക്കുമെന്നായപ്പോൾ നന്ദകുമാറിന്റെ കാൽ തല്ലി ഒടിക്കുമെന്ന് കണ്ണൂരിലെ പിണറായി വിജയന്റെ ലോബി പറഞ്ഞിട്ടല്ലേ നന്ദകുമാർ ശ്രമം പാതി വെച്ച് അവസാനിപ്പിച്ചതെന്ന് ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നു. തന്നെയുമല്ല, അയാൾ കോടിക്കണക്കിന് രൂപ ചോദിച്ചുവെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു.